ഇതിന്റെ മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദില്ലു വേഴ്സസ് പ്രിയ ആയിട്ടുള്ള ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ആണ്. അവിടെ ഇരുന്ന് ജഡ്ജി ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്താ ഡാഡി ഇവര് പറയാത്തത്? കടുക ഇത് പ്രിയ ട്രോള് വരും കേട്ടോ, നോക്കിക്കോ ട്രോള് വേടിയാ വരും. ഞാൻ പിന്നെ എന്താന്നറിയോ, എന്ത് കുക്ക് ചെയ്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സ്വയം പൊക്കി പറയുന്ന യൂട്യൂബർ അല്ലേ? ഹലോ ഹായ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞെന്ന് പറയാം. വെറുതെ അല്ല, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൊറേ നാളുകൾക്ക് ശേഷം ഞാനും മമ്മിയും, ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷമായ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? ഇന്ന് മമ്മിയുടെ ആണ് സ്പെഷ്യലായ, എന്റെ ഫേവറേറ്റ് ആയ പഴംപൊരി. പക്ഷെ സാധാരണ പഴംപൊരി അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന സാധാരണ പഴംപൊരി അല്ല, കടയിൽ കിട്ടുന്ന സാധാരണ പഴംപൊരി അല്ല, മമ്മി ഉണ്ടാക്കുന്ന സാധാരണ പഴംപൊരി അല്ല. എന്ത് പഴംപൊരിയാ മമ്മി? ഇത് ഞാനും ഡാഡിക്കും കഴിക്കാനുള്ള പഴംപൊരിയാ. ഹെൽത്തി പഴംപൊരി, ഹെൽത്തി എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഇത് ഗോതമ്പ് കൊണ്ട് ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന പഴംപൊരിയാ അല്ലേ അമ്മേ? എങ്ങനെ വരും അറിയില്ല, കൊറേ നാളെ ഉണ്ടാക്കിയിട്ട്. എന്നാലും നല്ലോണം വരും. പക്ഷെ കഴിക്കുമ്പോ നമ്മളതൊരു 10 ഞാൻ കഴിക്കാറുണ്ട് അല്ലേ? അതുകൊണ്ട് ആ മമ്മിയുടെ ആ പഴംപൊരി ഉണ്ടാക്കിയാണ് എനിക്ക് പഴംപൊരിയോടുള്ള അത്ര കൊതി വന്നു തുടങ്ങി. അപ്പൊ എന്താണ് അതിൽ സംഭവം നമുക്ക് അറിഞ്ഞാൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യാം. അതിന് മുമ്പ് ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദില്ലു വേഴ്സസ് പ്രിയ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ദില്ലുന്റെ ആണോ പ്രിയയുടെ ആണോ സക്സസ് ആയ സാധനം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയാം. ഞാൻ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് ഇപ്പൊ പറയുന്നില്ല, അത് എന്റെ ഇത് വരുമ്പോ പറയും. പക്ഷെ ഇതില് മെയിൻ സംഭവം നമ്മൾ വീട്ടിലുള്ള 2 പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ്. അപ്പൊ അതെ, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു മെയിൻ കുക്കിംഗ് വരുന്നത്. KPL ശുദ്ധി വെളിച്ചെണ്ണയും KPL കോക്കനട്ട് മിൽക്ക് പൗഡർ. ഞാൻ എടുത്തത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ്, പ്രിയ ചൂസ് ചെയ്തത് കോക്കനട്ട് ഓയിൽ ആണ്. അപ്പൊ ഇത് നമുക്ക് വലിയ സംഭവമല്ല, കാരണം റെഗുലർലി ആയിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ കോക്കനട്ട് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചലഞ്ച് ആയിരിക്കും ഇന്ന്. ഓക്കെ, അപ്പൊ ദില്ലു വേഴ്സസ് പ്രിയയാണ് കോമ്പറ്റീഷൻ. ദില്ലുടെ ആണോ പ്രിയയുടെ ആണോ സിമ്പിൾ എന്ന് നിങ്ങൾ ഏറ്റവും സിമ്പിളും പിന്നെ ഓൺലൈനിൽ ടേസ്റ്റ് ചെയ്യും. ഞാൻ ഗാങ്ങിനെ വിളിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ എന്തായാലും പാർഷ്യൽ ആയിരിക്കും. ആദ്യം തന്നെ എനിക്ക് അളവും കാര്യങ്ങളൊന്നും അറിയില്ല, മമ്മിക്ക് പഴക്കമുള്ള. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞോളൂ. ആദ്യം ഇത് ഗോതമ്പ് മാവ്, ഇത് ശർക്കര പൊടിച്ചത്. ശർക്കര വേണമെങ്കിൽ പീസസ് ആയിട്ട് വേണമെങ്കിൽ പൊടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് വാങ്ങാം. പിന്നെ ഞാൻ പഞ്ചസാര എടുത്തു വെച്ചു, മമ്മി വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മധുരം കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് പഞ്ചസാര അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഇടാം. വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. ഇത് അരിപ്പൊടി, ഇത് ഉപ്പ്, ഇത് വെള്ളം, 2 പാത്രം, പിന്നെ KPL ശുദ്ധി. ഞാനും മമ്മി. സിമ്പിൾ കേട്ടാ. ഇനി തുടങ്ങാം നമുക്ക്. അവിടെ ഇരുന്ന് ജഡ്ജി ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്താ ഡാഡി ഇവര് പറയാത്തത്? എന്ത് ആൾക്കാരാ നോക്കിക്കേ, കഴിഞ്ഞില്ലേ? മെയിൻ ആയിട്ടുള്ള സംഭവം പഴം പറയാൻ മറന്നുപോയി. അപ്പൊ ഇരുട്ടത്തിരുന്ന് മറ്റേ മമ്മൂട്ടിയൊക്കെ പറയുന്ന പോലെ അതെ ഭീഷ്മപർവം. അപ്പൊ പഴം 1 കിലോ, പക്ഷെ ഇതില് 3 4 വേണ്ടി വരുള്ളൂ കേട്ടാ. അങ്ങനെ പഴം മറക്കരുത്. സമയം 8:15 ആവുമ്പോ 8:20 ആയപ്പോഴാണ് തുടങ്ങിയത്. എല്ലാം കാണിക്കണല്ലേ, എത്ര ഈസിയാന്ന്. ശരി, അപ്പൊ ആദ്യം നമ്മള് 1 കപ്പ്, ഇത് 1 കപ്പാണ് നമ്മള് ഗോതമ്പ് മാവ് എടുത്തിട്ട്. എത്ര കപ്പാ എടുക്കണത്? 1 കപ്പ് മതി. 1 കപ്പ് മതി. 1 കപ്പും എടുത്തിട്ട് ഇതും കൂടി ഇട്ടിട്ട് വേണം അത് കുഴക്കാൻ. 1 കപ്പ് എടുത്തു. എന്നിട്ട് മമ്മിക്ക് അറിയാലോ, എനിക്ക് അറിയില്ലല്ലോ. പിന്നെ 1 കപ്പ് നമ്മള് ശർക്കര, കുറച്ചും കൂടി ശർക്കര കേട്ടാ. അത് 1/4 കപ്പ്. അപ്പൊ 1 കപ്പ് ഗോതമ്പ് മാവിന് 1/4 കപ്പ് ശർക്കര. വേണ്ട വേണ്ട, പക്ഷെ കുറച്ച് കൂടി ഇരുന്നോട്ടെ. പഞ്ചസാര ഇടണോ? വേണമെങ്കിൽ ഇടാം, കുറച്ച് ഇട്ടേക്കാം. അതോടെ പോയട്ടാ, ഹെൽത്തി എന്നുള്ള പേര് പോയി. അത് കട്ട് ചെയ്തിട്ടിടാം നമുക്ക്. എന്നാ വേണ്ട, ഇട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല ഞങ്ങൾ. പിന്നെ ഇനി അരിപ്പൊടി. അരിപ്പൊടി എത്ര ഇടണം? അരിപ്പൊടി ഒരു 2 സ്പൂണ്. 2 ഫുൾ സ്പൂൺ ആണ്. വേണ്ട, മതി മതി. ഇട്ടോ, ഇങ്ങനെ വിതറ. കുറച്ചുകൂടെ വിടും, കുറച്ചും കൂടി വിതറണം. മതി.
വിതറി. ഓക്കെ. ഇനി കുറച്ച് ഉപ്പ്. പൊടിക്ക് എത്ര പൊടി ഇത്രയാ? കുറച്ചുകൂടെ എടുത്തു. മൊത്തം ഇട്ടു. അയ്യടി, എന്നിട്ട് എന്റെ കുളമായി കഴിഞ്ഞിട്ട് ഭയങ്കര ഉപ്പാണ്. അല്ലേ തട്ടുന്ന നോക്കി കൈ കൊണ്ടുവന്നിട്ട് കേട്ടാ. ഇച്ചിരി മതി, കുറച്ച് ഓക്കെ. കുറച്ചും കൂടി ഇട്ടോ വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇടണ്ടായിരുന്നല്ലോ. ഇച്ചിരി ഉപ്പ് രസം കൂടി കിട്ടിയാൽ നല്ലതല്ലേ? അത് മറ്റേ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി അത് മറ്റേ കുക്ക് ചെയ്യുമ്പോ വേർപ്പൊക്കെ വീണ പോരെ, പൊറോട്ടയിലൊക്കെ പോലെ. എന്താടി? ആ കണ്ടാ, ഇതൊന്നും ഇല്ല. ഡാഡിക്കാണ് ഇത് അറിയുന്നത്. ഏലക്കപ്പൊടി നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. ഇത് കേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. അപ്പൊ നമ്മൾ എടുത്ത് വെച്ചില്ല ടേബിളില്. മഞ്ഞപ്പൊടി എടുത്തിടണം കേട്ടല്ലോ. ഏറ്റവും കെയോസ് ഉള്ള ഒരു സംഭവം കുക്കിംഗ് വീഡിയോ ആണിത്. ഈസിയാണ്. ഒരു പഴംപൊരി കണ്ടോ? ഏലക്കപ്പൊടി ഇല്ല, വേണമെങ്കിൽ നിങ്ങൾ ഇടാം. ഇവിടെ ഏലക്കപ്പൊടി ഇല്ല, സോറി. ആ ഏലക്കയുടെ മണം കിട്ടുമ്പോ നല്ലതായിരിക്കും. കടുക് ഇടാറില്ല. കടുക ഇത് പ്രിയ ട്രോള് വരും കേട്ടോ, നോക്കിക്കോ. ട്രോള് വീഡിയോ വരും. കടുകല്ല ഞാൻ ഉദ്ദേശിക്കണേ, എള്ള്. തീർന്നു. ഉദ്ദേശിച്ചത് വരെ പറയുന്നത് ആൾക്കാർ എടുക്കുള്ളൂ. ഇപ്പൊ ആൾക്കാർ പോയി കടുക് വാങ്ങി കാണും ചിലപ്പോ ഓൾറെഡി. എന്ത് ചെയ്യും? കടുകിട്ട പഴംപൊരിയോ? 30 ആയി. ഇവിടെ കുക്കിംഗ് പോലും തുടങ്ങിയിട്ടില്ല കേട്ടാ. അത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വയ്ക്കാൻ മറന്നുപോയി, അത് എടുക്കാൻ പോയതാ. ഇപ്പൊ എള്ളിടുകയാണ്. എത്രയാണ്? മതി. ഒരു 1/2 ടീസ്പൂൺ എള്ള്, ഒരു ഇത്തിരി മതി മഞ്ഞള്. ഓക്കെ. ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കണ്ട, ആദ്യം നീ അതൊന്ന് മിക്സ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്യണം. ഓക്കെ. ഇത് വെച്ചോ. ഒരു സ്പൂൺ. ഇനി മമ്മി എടുത്തോ, മമ്മി ചെയ്തോളും കേട്ടോ. എന്താ മമ്മി ചെയ്യും, ഞാൻ നോക്കിയിരിക്കും. എന്നിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. അതിൻ്റെ ആ ഇതുണ്ടല്ലോ കട്ടി, അതൊക്കെ നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ പെശക്കല്ല, പിന്നെ പിശിക്കല്ല, പെശഞ്ഞ് കേട്ടാ. നല്ലോണം മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അത് മിക്സിയിൽ ഇട്ട് അടിക്കണം. അതെ, അപ്പൊ നല്ല ലിക്വിഡി ആവും. അപ്പൊ മിക്സി ഒന്നും ഇല്ലാതെ വിസ്ക് വെച്ച് ഇവിടൊക്കെ കട്ടായിട്ട് കിടക്കുന്നു. നല്ല ഒരു ഡാർക്ക് യെല്ലോ കളർ ആയിട്ടുണ്ട് കേട്ടോ. അതാ മഞ്ഞൾ ഇട്ടോണ്ട്. അല്ല, ശർക്കരയുടെ അത് കൂടുതൽ. അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മധുരം ഉണ്ടോ. ഓക്കെ. ഫ്ലോപ്പായി. ഇത് ഹിറ്റാണെങ്കിൽ ഒരു ഹാപ്പി സ്റ്റോറിൽ നമുക്ക് പഴംപൊരി വിറ്റാലോ. പഴത്തിന്റെ കുറവുണ്ട്, ബാക്കി കറക്റ്റ് ആണോ? ഓക്കെ. പഞ്ചസാര ഇടുന്നുണ്ടോ? മധുരമുണ്ട്, വേണ്ട. ഓക്കെ. കട്ടിയിലിരിക്കണം, അപ്പോഴേ അതിൽ പിടിച്ചു നിൽക്കും. അല്ലെങ്കിൽ ആ വെള്ളം ഊർന്നു പോകും അല്ലേ അമ്മേ? ആണോ? അതുകൊണ്ട് മനുഷ്യർ അടുക്കള കയറി ചെയ്യൂല. ഭയങ്കര വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോയിൽ ചെയ്യുമ്പോ അത് കാണിക്കാതെ എന്ത് കാണിക്കാനാ? കുറച്ച് ഏലക്കപ്പൊടി. അത് അങ്ങനെയാണ്. ഇത് ഹിറ്റ് ആയാൽ നമ്മളില്ലേ, സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അവർ പറയില്ല. നമ്മള് ഒരു ഹാപ്പി സ്റ്റോറിൽ വേണമെങ്കിൽ വെക്കാം ഈ റെസിപ്പി വെച്ച് പഴംപൊരി. ഞാൻ തന്നെ എല്ലാം കഴിച്ചു തീർക്കും. മറിയ ചേച്ചിനോട് പറഞ്ഞാൽ മതി. ഈ പ്ലേറ്റ് ഇത് ഞാൻ ത്രിഫ്റ്റിന്ന് വാങ്ങിച്ചതാ. നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്നാന്ന് തോന്നുന്നു. ത്രിഫ്റ്റിന്ന് വാങ്ങിച്ചത്. നല്ല ഭംഗിയുണ്ട്. അത് ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 വർഷമായി. പഴത്തൊലി ഇടാനായിട്ട്. പഴത്തൊലി ഇടാനല്ല, ഞാൻ ഡെക്കറേഷന് വേണ്ടിട്ട് പഴത്തൊലി വെച്ചതാ. അതൊക്കെ മാറ്റും ഇപ്പൊ. വീണ്ടും പറയാണ്, നിങ്ങള് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളവര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് കോക്കനട്ട് ഓയിൽ ആണ്. ഒലിവ് ഓയിൽ ആൻഡ് കോക്കനട്ട് ഓയിൽ ആണ് ഇപ്പം ആസ് ഓഫ് നൗ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ ആണ്. കാരണം നമ്മുടെ ഹൈ ഫ്രൈങ് ഉണ്ട്, ഹൈ ഹീറ്റിനുള്ളത്, അതിനുള്ള ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ ആണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ലോക്കൽ സോഴ്സ്ഡ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ദാറ്റ് മച്ച് ബെറ്റർ. KPL is always trustworthy. എനിക്ക് തോന്നുന്നു ഇവര് 1941, സോ ഇമാജിൻ ദ ഹിസ്റ്ററി. 3 പഴം എടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ, അങ്ങനെയാണല്ലോ പഴംപൊരി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ. നാളെ ആവോ? പഴം കട്ട് ചെയ്യുന്ന പ്രിയാണ് ഇത്. ഇതെന്താ
എന്താണെന്നറിയോ, പഴം റൗണ്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോ പഴം സ്ലിപ്പറി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോയി വിരല് കട്ട് ചെയ്യാതെ നിങ്ങൾ നോക്കണം. മനസ്സിലായി? നമുക്ക് പഴം സ്ക്വയർ ആക്കാം ഇനി തൊട്ട്. അതാ നമ്മുടെ അതിനുവേണ്ടി മറ്റേ ഹൈബ്രിഡ് പഴം അല്ലെങ്കിൽ റൗണ്ട് ആക്കിയാലും മതി. ചിപ്സ് കഴിക്കുന്ന അത് ചിപ്സ് ആയി പോകില്ല. അങ്ങനെ പഴംപൊരി ചിപ്സ് അങ്ങനെ എടുക്കാം. പഴംപൊരി ഇങ്ങനെ ഞാൻ ഒരെണ്ണം കാണിച്ചു. ചിപ്പ് സ്റ്റൈലില് പഴംപൊരി, കോയിൻ പഴംപൊരി എന്ന് പറഞ്ഞ പോലെ. പഴംപൊരി ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടില്ല. മമ്മി ഇതൊന്ന് മുറിച്ചു തരും. മതി മതി. ഇത് കുറച്ച് തിക്കായി പോയില്ലേ? കുഴപ്പമില്ല, എത്രയും മതി. അതെ, ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തു. മറ്റേത് ദേ, നീളത്തിന്. നീളത്തിന് ഇതും വേണമെങ്കിൽ ഹാഫ് ആക്കി കുട്ടി പഴംപൊരി ആക്കാം. അപ്പൊ ആക്ക്. അല്ല ആക്കണോ? വേണ്ട, ഇങ്ങനെ പോരെ? ആക്കിക്കോ. എന്ത് ഇത് തന്നെ താനാരാ താനാരാ ഞാനാരാ അതുപോലെ ആയിപ്പോയി. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ഇത് അതില് മുക്കും. ഓക്കെ, മുക്കി സ്റ്റൗ വെച്ച് സ്റ്റൗ ഒക്കെ അവിടെ. ആദ്യം സ്റ്റൗ വെച്ച് എണ്ണ ഒഴിച്ച് കത്തിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അതിലേക്ക് ഒഴിക്കുമ്പോ മൊത്തം ബ്രെഡ് മേത്തേക്കാവും. ഞാൻ മമ്മീനെ വിളിച്ചു. വെളിച്ചെണ്ണ ചൂട് ഇങ്ങനെ വെള്ളം ഇല്ലല്ലോ, അത് തിളക്കത്തൊന്നും ഇല്ല. അതെ, പിന്നെ ഇതിൽ ആ പഴം വീരുമ്പോഴുള്ള മണം ഉണ്ടല്ലോ. മതി മതി മതി. ഇനി കുറച്ച് എണ്ണ ഇത് കുറച്ച് വെച്ചാലേ അല്ലെങ്കിൽ തിളച്ചാലോ? തിളക്കട്ടെ, എന്നിട്ട് കുറയ്ക്കാം. ഇച്ചിരി ഇട്ട് നോക്കാം എണ്ണ ചൂടായോന്ന് അറിയാൻ. അതില് മുക്കിയിട്ട് പയ്യെ പപ്പടം വറക്കണ പോലെ പൊങ്ങി വരും. ചൂടായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ എക്സൈറ്റ്മെന്റ് പ്രിയത് കഴിക്കാനുള്ളതാ. എവിടെ ഇടുന്നു, ഞാൻ ഇടുന്നു. മമ്മി ഇട്, ഞാൻ നോക്കാം. അപ്പൊ ഇതില് 2:1 ആട്ടാ. നല്ല വെളിച്ചെണ്ണ വേണം. അത് തെറിച്ചു എന്റെ കയ്യില്. മമ്മി ഇങ്ങനെ ഞാൻ വെച്ച് പോയി. ഇപ്പൊ തിരിക്കരുത് അല്ലേ? കുറച്ച് ആയി കഴിഞ്ഞ ഒരു റെഡിഷ് ആവുമ്പോ താത്തി വയ്ക്കേ. ഇത് എനിക്ക് താത്താൻ അറിയില്ല, അതാണ് ഒരു പാട്. ഞാൻ വരേണ്ടി വരും. എന്റെ കൈ എല്ലാത്തിനും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ. നന്നായിട്ട് കരിയണം. കറുത്ത് വരണം. എന്നാലേ ആ ഒരു കടിക്കുമ്പോ നമ്മൾ മുറുക്ക് കടിക്കുന്ന ശബ്ദം കേൾക്കണ്ടേ. അങ്ങനെ ആരും കഴിക്കില്ല പ്രിയ പഴംപൊരി. ടേസ്റ്റ് അങ്ങനെ കഴിക്കുമ്പോ. ഇതിപ്പോ 8:50 ആയേ. ആ ടൈം ഒന്നും നോക്കണ്ട. 45 മിനിറ്റ്സ് ആയി. ടൈം നോക്ക്. നമ്മൾ പല സാധനങ്ങൾ എടുക്കാൻ മറന്നു. പിന്നെ അത് കഴുകേണ്ടി വന്നു, പിന്നെ അത് എടുക്കേണ്ടി വന്നു. ഡാഡി കഴിക്കുന്ന ഒരു പഴംപൊരി കഴിക്കുവോ? ആയിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മുട്ടയിലും കൂടെ മുക്കാം. പഴംപൊരി റവയില് റോൾ ചെയ്യണത് റവ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റവയില് മുക്കണം. അത് റവയിലൊന്നും മുക്കില്ല. പഴംപൊരിക്ക് നമുക്കൊരു തവണ റവ മുക്കി ചെയ്ത് നോക്കാം ഡാഡി. നമുക്കൊരു തവണ റവ മുക്കി ചെയ്ത് നോക്കാം. എന്തേ ഒരെണ്ണം മൂന്നല്ലേ പറയുള്ളൂ. പിന്നെ അതിന്റെ കളർ തന്നെ നോക്ക്, കുറച്ച് കരിഞ്ഞൊക്കെ ഇരിക്കുന്നു. എന്റെ അമ്മ തന്നെ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ. പിന്നെ കണ്ട മധുരം കുറച്ച് കുറവുണ്ടോന്ന് ഒരു സംശയം. ഹെൽത്തി ഒന്നും അല്ല. ഗോതമ്പല്ലേ എന്നും പറഞ്ഞ് ഫ്രൈഡ് അല്ലേ? ശർക്കരയല്ലേ? അപ്പൊ വറുത്ത് കുറച്ചും കൂടെ ചെറുതാണ് എടുക്കുന്നുണ്ട്. പഴം കുറച്ചും കൂടെ പഴുക്കണം. എന്നാ ഭയങ്കര പഴുക്കരുത്, നന്നായി പഴുക്കണം. ആ വെളിച്ചെണ്ണയും പഴവും കൂടെ ഉള്ള മണം ഉണ്ടല്ലോ, അത് അഡിക്റ്റീവ് ആണ്. അത് തന്നെ ഒരു ആപ്പറ്റൈസർ ആണ്. സൂപ്പ് ഒന്നും കുടിക്കണ്ട. വെളിച്ചെണ്ണയുടെ മണം കിട്ടുമ്പോ തന്നെ പഴംപൊരി ഓർമ്മ. അതെ, അല്ലെങ്കിൽ ബനാന ചിപ്സ്. ഫസ്റ്റ് ഇംപ്രഷൻ കരിഞ്ഞിട്ടുണ്ട് കേട്ടാ. അത് അങ്ങനെയാണ്. അത് കണ്ടോ, അതാ നോക്ക്, മെയിൻ വറുത്ത് വെച്ച പോലെ ഇല്ലേ? കണ്ട ഒന്ന് ചവച്ചേ. മുറുക്കിന്റെ ഒച്ച കേൾക്കുന്നുണ്ടോ? നല്ലതാണ്. അങ്ങനെ വഴിക്കുവാ. നല്ലതാണെന്ന് സമ്മതിക്ക്. ഒന്നും കൂടെ പറ. നല്ലതാണ്, പക്ഷെ ഭയങ്കര സൂപ്പറാ അല്ലേ? അല്ല, എവിടെയൊക്കെ കരിഞ്ഞിട്ടുണ്ടോ? ഞാൻ അഭിപ്രായം പറയാ, ബാക്കിയുള്ളവർ വരട്ടെ. ഡാഡി പറഞ്ഞു അഭിപ്രായം. ഡാഡി 2 എണ്ണം കഴിച്ചു. എന്താ ഡാഡി? വളരെ നന്നായിട്ടുണ്ട്. കരിഞ്ഞ പഴംപൊരി കിട്ടിയ അച്ഛന്റെ റിയാക്ഷൻ ആണത്. അത് കരിഞ്ഞാലേ ആ ക്രിസ്പിനെസ് വന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ.
ഞാൻ ഇറങ്ങട്ടെ കളത്തില്. ശരി. അല്ലല്ല കഴിഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടോ, ഇത് ബാക്കി വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ. ഇത് ബാക്കി എന്ത് ചെയ്യണം, നമ്മള് കളയാൻ പാടില്ല. നമ്മളൊരു സവാള എടുക്കുക. സവാള എടുത്തിട്ട് വട്ടത്തില് നിറക്കുക. കണ്ടോ, ഇങ്ങനെ നിറത്തിട്ട് കേരള സ്റ്റൈൽ ഓണിയൻ റിംഗ്സ്, അതാണ് എന്റെ പേര്. എന്നിട്ട് ഇതില് മുക്കി വറുത്തിട്ട് ഫ്രൈ ചെയ്താൽ ചെയ്തതാണ്. ഫ്രൈ ചെയ്താൽ അതുകൂടെ കാണട്ടെ. അതെ, റിംഗ്സ് ആക്കി ഇപ്പൊ ഫ്രീ. അത് ഇങ്ങനെ നമുക്ക് വറക്കാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങളിപ്പോ വീഡിയോ കാണുമ്പോ പറയും അയ്യോ കരിഞ്ഞു പോയി, ഇന്ന് കരിയണം. ഇത് സാധാരണ പഴംപൊരി അല്ല. ഇത് പിന്നെയും കരിഞ്ഞിട്ട് ഇത്രയും ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് KPL ഗുണമാണ്. എന്റെ ഗുണമല്ല, എന്റെ കൈയിന്റെ ഗുണമല്ല, അല്ലേ? അത് കരിഞ്ഞാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അതൊരു ചുമപ്പ് ബ്ലാക്ക് കളർ ആയാൽ കടിക്കുമ്പോ ക്രിസ്പിനെസ് കിട്ടും. ഇതിനാണ് നമ്മൾ ഓണിയൻ റിംഗ്സ് എന്നും പറയാറുണ്ട്. ഓണിയൻ പക്കോട എന്ന് പറയില്ലേ അമ്മി? ഓണിയൻ പക്കോട അല്ല, ഓണിയൻ റിംഗ്സ്. സോറി, ഓണിയൻ പക്കോട. അത് ആക്ച്വലി നല്ലൊരു ടേസ്റ്റ് ഉള്ള സംഭവം. ഓണിയൻ പക്ഷെ ഓണിയൻ റിംഗ്സ് ആകുമ്പോൾ ഓരോ ഓണിയന്റെ അടുത്ത് ചെയ്യും. ഇത് മൊത്തമായിട്ടുള്ള ഓണിയനിലാണ് ചെയ്യുന്നത്. എന്റെ അഭിപ്രായത്തിൽ കുറച്ച് മുളക് കൂടി ഇട്ട് കുറച്ച് മധുരവും എരിവും കിട്ടും. ഒന്നും പറയാനില്ല. ട്രൈ ചെയ്ത് നോക്കാലോ നമുക്ക്. ഓണിയൻ റിംഗ്സ് ഇങ്ങനെ ഇരിക്കും കണ്ടോ? കണ്ടോ? നല്ല ഭംഗിയില്ലേ? ശരി, അപ്പൊ ഇനി നമ്മൾ റെഡി ആവട്ടെ, സെറ്റ് ആവട്ടെ. നമ്മൾ എന്റെ ഒരേ ഡ്രസ്സാണല്ലോ. എങ്ങനെയാവോ? മനപ്പുറത്തോ? ഫുഡിന്റെ കാര്യം കൂടെ ആയതുകൊണ്ടാ. സത്യസന്ധമായിട്ടാണ് പറയാൻ പോകുന്നത്. ഞാൻ അവർക്ക് കൈമണി കഴിച്ചു. എങ്ങനെയുണ്ട്? എല്ലാരും പ്രിയാന്റിയുടെ പഴംപൊരി ട്രൈ ചെയ്യണം. കാണാൻ ലുക്ക് ഇല്ലെങ്കിലും കഴിക്കുമ്പോ സൂപ്പർ ടേസ്റ്റ്. അതെ അതെ, രുചി പോരെ. ആള് വീട്ടിൽ വന്നിട്ട് 6 മണിക്കൂർ ഉറക്കം. കാണാൻ ലുക്ക് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. കഴിക്കൂ. നമുക്ക് ലുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു ഫുഡിന് ലുക്ക് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. അഭിപ്രായം പറയാൻ കണ്ട പ്രിയാന്റി ഉണ്ടാക്കിയ പഴംപൊരി എല്ലാരും ട്രൈ ചെയ്യണം. എന്താ ഇപ്പൊ അഭിപ്രായം പറയുന്നുണ്ടോ? ഓ, അപ്പൊ പഴുത്ത പഴം കൂടെ ആരെങ്കിലും സൂപ്പർ ആയത്. ഓ, ആണല്ലേ? നമ്മുടെ അടുത്ത ഫ്ലീ മാർക്കറ്റില് കിലോ കണക്കിന് പോയിക്കൊണ്ടിരിക്കുക. ഡാഡി 4-മത്തെയാണ്. വെറുതെ ഡാഡിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. അപ്പൊ ഹെൽത്തി ആയ പഴംപൊരിയാണ്. ഗോതമ്പും ശർക്കരയും വെച്ച് ഉണ്ടാക്കിയതാണ്. അതെടുക്കാൻ മറന്നുപോയി ആദ്യമേ ഇൻഗ്രീഡിയൻസില്. ഡാഡി ഓർമ്മിച്ച പഴം വേണ്ടേന്നപ്പോ. മേരിയാനിപ്പോ 3-മത്തേതാണ് കഴിക്കുന്നത്. ഡിന്നറിന് പോകാനുള്ളതാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. മാവ് ബാക്കിയൊന്നും ഉണ്ടോ? ഓണിയൻ റിംഗ്സ്, മമ്മി ആൻഡ് പ്രിയാസ് ഓണിയൻ റിംഗ്സ് വിത്ത് ട്വിസ്റ്റ്. അപ്പൊ അടുത്ത ഫ്ലീ മാർക്കറ്റ് ഒരു കൗണ്ടർ റെഡി. ഒരു 2 ലക്ഷം രൂപ സെയിലും ഉണ്ടോ? ഞാൻ പറയട്ടെ, ഒരു ഹാപ്പി സ്റ്റോറിൽ വൈകുന്നേരം 3 തൊട്ട് 5 മണി വരെ ഓണിയൻ റിംഗ്സും പഴംപൊരിയും ചായയും. എന്നാ ഫ്രഷ് ലൈവ്. ഓക്കെ, 5 കടി ലൈവ്. ലൈവേ ഉള്ളൂ. 5000 രൂപയ്ക്ക് വാങ്ങും ചെയ്യും. അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടാ. ഓക്കെ, എന്റെ സമയം ഇപ്പം കറക്റ്റ് 9:45 ആണ്. എത്ര നേരം എടുക്കും നോക്കാമല്ലോ. സോ എന്റെ സ്റ്റാർ ഇൻഗ്രീഡിയന്റ് KPL ശുദ്ധിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ്. ഒരു 10 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു തവണ ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് സെറ്റ് ആക്കി വെച്ചാലേ ഇത് ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. കാരണം സെറ്റ് ആവാൻ 3 hours എടുക്കും. സോ എന്റെ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് അല്ല, കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. സോ നമ്മുടെ ഇൻഗ്രീഡിയന്റ് അത്രയും നല്ല അല്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ടേസ്റ്റ്. കാരണം മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെ കോക്കനട്ട് മിൽക്ക് തന്നെയാണ്. സോ എനിക്ക് ആ കൂടെ വേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 50 grams ഓഫ് കോക്കനട്ട് മിൽക്ക് പൗഡർ. അത് ഞാൻ ഒരു 300 അല്ലെങ്കിൽ 350 ml മിൽക്കില് വെള്ളത്തില്, ചൂടുവെള്ളത്തില് മിക്സ് ചെയ്യും, ലൂക്ക് വാം വാട്ടറിൽ. സോ അതായിരിക്കും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. എനിക്ക് തിക്ക് മിൽക്ക് പൗഡർ, തിക്ക് കോക്കനട്ട് മിൽക്ക് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1/2 cup ഷുഗർ ആൻഡ് 1/2 cup കോൺഫ്ലവർ.
ഇത്രയും സാധനങ്ങൾ എനിക്ക് ആവശ്യമുള്ളൂ. ആ. 3 ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് 0 കുക്കിംഗ് ആണ്. പാല് ഏതോ സോറി പാല് 400 ml. സോ പാല് 400 ml ഉണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് എനിക്ക് മതി. പ്രിയ പഴം വന്നപ്പോൾ പാല് പറഞ്ഞു. ഓക്കെ, സോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാഫ് കപ്പ് ഓഫ് ഷുഗറും ഹാഫ് കപ്പ് ഓഫ് കോൺ സ്റ്റാർച്ചും അല്ലെങ്കിൽ കോൺഫ്ലവർ ഇല്ലേ, ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. സിൻസ് ഹാഫ് കപ്പ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 150 ഗ്രാംസ് ഒക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 100 ഗ്രാംസ് ആയിരിക്കും. അത് അളന്നെടുക്കണം. ആ സമയത്ത് കോൺഫ്ലവർ ആണെങ്കിൽ 100 ഗ്രാംസ് കാണില്ല, ഹാഫ് കപ്പ് ഒരു 60 ഗ്രാംസേ കാണുള്ളൂ. അതും അളന്നെടുക്കണം. ഓക്കെ, സോ ആദ്യമേ ഞാൻ ഇതിൽ 300 ml ഓഫ് മിൽക്ക് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. എല്ലാം അളന്നെടുത്തില്ലെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഓക്കെ, അതിന്റെ കൂടെ 300 ml ഓഫ് ലൂക്കോം വാട്ടർ, അതിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ട് ചെയ്ത്. ഓക്കെ, സോ ഇത് തിക്ക് കോക്കനട്ട് മിൽക്ക് ആണ്. നമുക്ക് തിന്നാണെങ്കിൽ ഒരു 25 ഗ്രാംസ് ഓഫ് കോക്കനട്ട് പൗഡർ ഒരു 400 ml ഓഫ് ഹോട്ട് വാട്ടറിലാണ് മിക്സ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇത് 50 ഗ്രാംസ് 300 ml ആണ് മിക്സ് ചെയ്തത് ഹോട്ട് വാട്ടർ ലൂക്കോം വാട്ടറിൽ. കാരണം എനിക്ക് തിക്ക് വേണം, നമുക്ക് കോക്കനട്ട് നല്ല ഫ്ലേവർ വേണമല്ലോ. സോ ഇത് നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ടു. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തത് സിമ്പിളാണ് കേട്ടോ. ഇത് എല്ലാവർക്കും വീട്ടിൽ സുഖമായിട്ട് ചെയ്യാവുന്നുള്ളൂ. പ്രിയയുടെ പഴംപൊരി പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. എന്റെ പഴംപൊരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇത് ഒരു 400 ml ഓഫ് മിൽക്ക് എടുക്കുക, അത് വിടുക. ഓക്കെ, എല്ലാം നമുക്ക് ഒരുമിച്ചിടാം. കാരണം നമ്മുടെ കുക്കിംഗ് മെത്തേഡ് കുറച്ച് യൂണീക്കാണ്. ഷുഗർ മൊത്തം ഇടുക. അതൊന്ന് നമുക്ക് ആദ്യമേ ഒന്ന് എല്ലാം കൂടെ ഒന്ന് വിസ്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ എന്താണെന്നറിയോ, എന്ത് കുക്ക് ചെയ്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. സ്വയം പൊക്കി പറയുന്ന യൂട്യൂബർ അല്ലേ? വേറെ ആരും പറയുന്നില്ല. അല്ല, വേറെ ആരും, നമ്മൾ തന്നെ നമ്മളെ പൊക്കണം. വേറെ ആരും പൊക്കും? ആരും പൊക്കില്ല. അത്രയ്ക്ക് ഭാരോ. ഇതിൽ ഒരു ഇൻഗ്രീഡിയന്റ് എനിക്ക് മിസ്സിംഗ് ആണ്. ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇതിൽ ശരിക്കും ബട്ടർ ഇടണം. ബട്ടറാ? ഒരു ടേബിൾ സ്പൂൺ ബട്ടർ. പുഡിങ്ങിന് ബട്ടർ ഇടുവോ? കാരണം എന്തിനാണെന്നറിയോ, ആ ഗ്ലോസി ലുക്ക് വരാൻ. ടേസ്റ്റ് വൈസ് ഇറ്റ് വോണ്ട് ഗെറ്റ് എഫക്റ്റഡ്. പക്ഷെ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ലുക്ക് വരും. നിങ്ങൾ പുഡിങ്ങിൽ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് നോക്ക്, അൺസോൾട്ടഡ്. ഓക്കെ, ഷുഗർ ഇട്ടു. ഇനി കട്ട് ചെയ്തു. ഇനി കുറച്ച് വാനില എസൻസ്, നിർബന്ധമില്ല, പക്ഷെ കുറച്ച്. എനിക്ക് കോക്കനട്ട് സ്മെൽ ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടില്ല. ഇത് ഒരുപാട് ഇട്ടാൽ കളർ മാറും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വാനില എസൻസ് കുറച്ച് ഇടുന്നു. ഹാഫ് പോലും ഇല്ല, ഒരു ഡ്രോപ്പ്. ആ ഒരു ശരിക്കും നല്ല വാനില ബീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറും കൂടെ കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് ഇത് നമ്മൾ സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ ട്രേയിൽ നിറക്കില്ലേ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോക്കനട്ടിന്റെ ആ പീസസ് കൂടെ ക്രഞ്ചിനെസ്സിന് ഓൾറെഡി അതൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം ആലോചിച്ചിട്ടാണ് പ്രിയ ചെയ്തത്. അത് സെപ്പറേറ്റ് ആണ്. ആൻഡ് ഫൈനലി കോൺഫ്ലവർ ഇടുക. ഇത് ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒട്ടും കട്ടി പിടിക്കാൻ പാടില്ല. കോൺഫ്ലവർ ഇടുമ്പോൾ കലക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കട്ടി പിടിക്കും. ഞാൻ ഒരു കൺഫെഷൻ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതിൽ കോൺഫ്ലവർ കുറച്ച് കൂടിപ്പോയി. അപ്പൊ അതായിരിക്കും ഇപ്പൊ സെർവ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, മറ്റേത് നല്ല കട്ടിയായി പോയി. ഇത് കുറച്ചൊരു അതുപോലെ ഇരിക്കും. അതെ, അതെ. എന്നിട്ട് ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഡിസേർട്സിന് ഡബിൾ ബോയിലിംഗ് ആണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ അറിയോ, ഡിസേർട്ടില് ഒരിക്കലും ഒരു സ്മോക്കി ഫ്ലേവർ അല്ലെങ്കിൽ ഫയറിന്റെ ഫ്ലേവർ വരാൻ പാടില്ല. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റൗ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കരിയും അടിയിൽ. കുറച്ചെങ്കിലും കരിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡിസേർട്ടിന്റെ ടേസ്റ്റ് പോകും. സോ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് ആണ് ഡബിൾ ബോയിലിംഗ്. സോ ഇത് ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് വെക്കുക. ഇതുകൊണ്ട് ഞാൻ വെള്ളം ഓൾറെഡി തിളപ്പിച്ചു അകത്ത്. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇല്ല, അടയ്ക്കാൻ പാടില്ല. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചങ്കിയാവും എന്ന് പറഞ്ഞാൽ ക്ലങ്സ് വരും. സോ ഇതാണ് പണി. കണ്ട, പ്രിയക്ക് എത്ര പേരായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ നോക്ക്, നല്ല ചെയ്യുമല്ലോ. എന്താ അല്ലേ, ഭയങ്കര ഹാർഡ് വർക്കിങ്ങും സ്വന്തമായിട്ട് പുകഴ്ത്തുന്ന യൂട്യൂബർ. ഇതിന്റെ ഇടയിൽ ഇത് നിങ്ങൾ മറക്കണ്ട കേട്ടാ. ഇതില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. KPL ശുദ്ധിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ, അതുപോലെ തന്നെ പഴംപൊരി ആണെങ്കിൽ വെളിച്ചെണ്ണ. നമുക്ക് ആക്ച്വലി കറക്റ്റ് ആയിട്ട് വ്യത്യാസം അറിയില്ല. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് അമ്മ ഇത് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. വേറെ ഒന്നും എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയിട്ടില്ല.
ഇതിന്റെ കൂടെ ഈ ഡബിൾ ബോയിലിംഗ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ സ്റ്റീൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം സ്റ്റീൽ തിന്നാണ്, ഗ്ലാസ് പറ്റില്ല. ഇല്ല സ്റ്റീലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം സ്റ്റീൽ തിന്നായതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ആവും. ഇപ്പൊ നമ്മള് മറ്റേ അയണും കാസ്റ്റേണും അങ്ങനത്തെ നോൺ സ്റ്റിക്കും അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റ് ആവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ പുഡിംഗ് ഉണ്ടാക്കാൻ ഇതുപോലെ 2-3 മണിക്കൂർ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു 15-20 മിനിറ്റിൽ കാര്യം കഴിയും. അപ്പൊ ഇതിലും ഇളക്കിക്കൊണ്ടിരിക്കും. നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. ഡെസേർട്ടിന്റെ സമയമാകുമ്പോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വന്നാ മതി. ഓണാക്കിയപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഇവിടെ ഒരു 2 ആക്കല് കഴിഞ്ഞു കേട്ടാ. അത് ഇങ്ങോട്ട് വാ, ദേ ഇതായി സംഭവം. ഇതെന്നാണ് സോ ഇത് കണ്ട, ഇത് വന്ന അറ്റത്ത് നമുക്ക് ഇതുപോലെ കണ്ട കട്ടിയാവുന്നത് കാണാം അറ്റത്ത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് റെഡി. ഇത് ഞാൻ മറ്റേ ഉണ്ടാക്കിയതിനെ കാട്ടി ഒരു 10 times ബെറ്റർ ആയിരിക്കും. കൺസിസ്റ്റൻസി നോക്കി ഇങ്ങോട്ട് വാ. ഇതണ്ട ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇത് ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരുന്നോണ്ട് കയ്യിലോട്ട് എടുത്ത് നോക്കട്ടെ. ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി എനിക്ക് വേഗം ട്രൈ ചെയ്താ. അയ്യോ ഇതൊന്നും പറ്റില്ല. പ്രിയ അതെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യും. കമ്മോൺ. അത് പിന്നെയും കുഴപ്പമില്ല. ശരിക്കും ഫ്ലാറ്റ് ട്രേ ആണ് വേണ്ടത് കേട്ടോ, എന്നാലേ ഈ പെട്ടെന്ന് സെറ്റ് ആവുള്ളൂ. ഇതൊന്നും ശരിക്കും സെറ്റ് ആവില്ല. അത് പ്രിയക്ക് ഉപ്പ് ചോളം മറ്റേ ഇതിന് പഴംപൊരിക്ക് അങ്ങനെയാ വന്നേ. നിങ്ങൾ കഴിച്ചല്ലോ. Oh my God. നിങ്ങൾ കഴിച്ച പഴംപൊരിയില് വേർപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്. അതാണ് അത്രയും ടേസ്റ്റ്. അന്ന് 4 എണ്ണം കഴിച്ചു. അന്നൊരു ഒരു വർഷത്തേക്കുള്ള സോഡിയായി. അതല്ല, സവാള ആദ്യം ഉണ്ടാക്കിയതാണ്. അതിൽ ഉപ്പുണ്ടായിരുന്നു, അതിൽ മധുരമായിരുന്നു. ജിലേബിക്ക് ടേസ്റ്റ് കൂടാൻ കാരണം എന്താ? ജിലേബി ഉണ്ടാക്കുന്നവന്റെ വേർപ്പും കൂടെ. പ്രിയ എല്ലാ ദിവസവും മറ്റേ ഹിന്ദിക്കാരല്ല. പ്രിയ എല്ലാ ദിവസവും മറ്റേ ഹിന്ദിക്കാരെ ഉണ്ടാക്കുന്ന ജിലേബി കഴിക്കുന്നത്. പൊറോട്ടയോ? എനിക്ക് ഫുഡ് വേണ്ട. ഓക്കെ, സോ ഇത് ആക്ച്വലി നമ്മള് ശരിക്കും ഇതിലേക്ക് ഒഴിച്ചാൽ കറക്റ്റ് ആവില്ല. എനിക്ക് അതാണ് ഒഴിക്കാൻ ഒരു മടി. കണ്ട കണ്ട സ്മൂത്ത്നെസ് കണ്ട. കറക്റ്റ്. ഇത് പക്ക ടേസ്റ്റ് ആയിരിക്കും. എന്താ എന്താ പിള്ളേർക്ക് ഫാരക്സ് കൊടുക്കൂലേ? ഇതൊരു 20 മിനിറ്റ് വെളി വെക്കണം. എന്നിട്ട് ഒന്ന് ആറിയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. 3 മണിക്കൂർ എടുക്കും. അല്ലല്ല, അത് സെറ്റ് ആയിട്ട് സെർവ് ചെയ്യുമ്പോ നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഇടാം. അതൊന്ന് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോപ്പിംഗ്സ് ഒന്നും ആവശ്യമില്ല. കോക്കനട്ട് അല്ലേ. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തൊന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഡെസേർട്ടിന്റെ മുകളിലിടാം. അല്ലെങ്കിൽ വിപ്പ് ക്രീം ഇടാം. ബനാന വിൽ ഓൾസോ ബി റിയലി ഗുഡ്. ഓക്കെ, കഴിച്ചു നോക്ക്. എടുക്ക് ജെഫ്രി, എടുക്ക് ജെഫ്രി. ജെഫ്രി മാത്രം ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറയുള്ളൂ. ജെഫ്രി പിന്നെ ഇതിലൂടെ എല്ലാം നല്ലതെന്നേ പറയുള്ളൂ. അത് അങ്ങനത്തെ ഒരു ഗുണം. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. കൊള്ളൂലെങ്കിൽ കഴിക്കണതിന് മുന്നേ തന്നെ സൂപ്പർ അല്ലേ? അതാണ്ടാ അതൊക്കെ എടുത്തു. അത് കുഴപ്പമില്ല. ഇനി കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയണമെങ്കിൽ അവര് പറയണം. അവരോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. വെറുതെ രൂപ ഞാൻ പറഞ്ഞതല്ല. കൺസിസ്റ്റൻസി മാത്രം കുറച്ച് കട്ടിയായി പോയില്ലേ? അപ്പൊ അത് മതി. ഇനി അന്തുവിന് മാത്രം ഉണ്ടാക്കി കൊടുക്കുള്ളൂ. സ്വീറ്റ് കുറവായി ഇടുന്നത്, അതുകൊണ്ട് അത്രയും പാലിന്. ഓക്കെ ഓക്കെ. ആര്? ഞാൻ മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാന്ന് പറ. ഇത് ഇവിടെ ഗ്യാങ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഫ്രീ? പഴംപൊരിക്ക് എത്ര മാർക്ക് ഇടും? 10-ല് 11. 6. ഓക്കെ. പത്താ അത് മതി. കണ്ട, അപ്പൊ ഞാൻ ജയിച്ചു. ആ പഴംപൊരി വാങ്ങാൻ പറയാം അല്ലേ? ആ ഓക്കെ. അപ്പൊ പഴംപൊരിക്ക് എത്ര മാർക്ക് ഇടും? ഓ ഓക്കെ. അപ്പൊ എല്ലാരും ഈ കോക്കനട്ട് ജെഫ്രിൻ പറഞ്ഞു. ചിലപ്പോ വീട്ടിൽ എനിക്ക് തിരിച്ചു വരാനുള്ളതാ.
100-ല് 10 പോലും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ഈ KPL പ്രോഡക്ട്സ് ഉപയോഗിച്ച്, എസ്പെഷ്യലി അവരുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും വെളിച്ചെണ്ണയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. എന്നാലും ഉപയോഗിച്ച് ഓണം ആഘോഷിക്കാം. ഇത് രണ്ടും കുക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയാ ഏതാ ബെറ്റർ അല്ലെ, ഈ റെസിപ്പി ഫോളോ ചെയ്ത്. ആ ഓക്കെ, ഒന്നും പറയണ്ട കാര്യം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം അടിച്ചു പൊളിക്കുക അല്ലെ, ഷാപ്പി പോണം. ഇനി നമ്മുടെ ഷോപ്പിന് ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതാണ്. എന്താ പ്ലീസ് കമന്റ്, എവരിവൺ പ്ലീസ് കമന്റ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി, ബൈ ബൈ, ഹാപ്പി ഓണം. എന്റെ പൊളി കേട്ടോ. പഞ്ചസാര ഇടുന്നില്ലെങ്കിൽ ഇത് 2 കപ്പ് വേണ്ട. 2 കപ്പ് വേണ്ട, കൂടുതലാവും. പഴത്തിൽ തന്നെ അപ്പൊ ഇതിൽ കുഴച്ചതിന് ശേഷം ഇത് വേറെ പാത്രത്തിൽ കുഴക്കണ്ടേ? വേണ്ട, രണ്ടും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുഴച്ചാൽ മതി. അല്ല, ഇത് അരിച്ചു വേണം ഒഴിക്കാൻ ഇതിന്റെ വെള്ളം. പ്രിയ, ഇത് അരിച്ചൊഴിക്കണത് ശർക്കര കട്ടയായിട്ട് വരുമ്പോഴാണ് അരിച്ചൊഴിക്കണത്. ശരി, എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടും കേട്ടോ ബിഹൈൻഡ് ദ സീൻസില്.